ഒരു വൈദികൻ എന്ന നിലയിലും മെത്രാൻ എന്ന നിലയിലും പല മൃതസംസ്കാര ശുശ്രൂഷകളിലും പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ചില മൃതസംസ്കാര ശുശ്രൂഷകൾ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു മൃതസംസ്കാര ശുശ്രൂഷയിലാണ് ഞാനിന്ന് പങ്കെടുക്കുന്നത്. കൃത്യം ഒരു മാസം മുമ്പ് സെപ്റ്റംബർ 30-ാം തീയതി ആദിലാബാദിലെ സെന്റ് ജോസഫ് സ്കൂളിന്റെ മൈതാനത്ത് ഞങ്ങളുടെ ബൈബിൾ കൺവെൻഷൻ നടന്നപ്പോൾ ഒരേ വേദിയിൽ നിന്ന് പാടിയവരും പ്രസംഗിച്ചവരുമാണ് ടോണിയച്ചനും ഞാനും. ഇന്ന് ഞാൻ ഈ ദേവാലയത്തിൽ പ്രസംഗിക്കുമ്പോൾ നിർഭാഗ്യവശാൽ പാടുവാൻ ടോണിയച്ചനില്ല. ആഴത്തെ സ്നേഹിച്ച ആ വൈദികൻ ആഴത്തിൽ വെച്ച് തന്റെ ആത്മാവിനെ കർത്താവിന് സമർപ്പിച്ചു. സംഗീതത്തെ സ്നേഹിച്ച ആ വൈദികനെ മാലാഖമാർ തങ്ങളുടെ സ്വർഗീയ ഗായക സംഘത്തിലേക്ക് തിരിച്ചു വിളിച്ചു. ജലനിരപ്പിൽ നിന്ന് കൈകൾ നീട്ടി വിളിക്കുന്ന കർത്താവിനെ ഒരു ഉൾപ്രേരണയാൽ എന്ന വണ്ണം തിരുപ്പട്ടത്തിന്റെ അവസരത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ ടോണിയച്ചൻ ജലത്തിൽ കൈനീട്ടി വിളിക്കുന്ന കർത്താവിന്റെ തിരുവിലാവിൽ വിലയം പ്രാപിച്ചു. ഈ മൃതസംസ്കാര ശുശ്രൂഷ നമ്മെ വേദനിപ്പിക്കുന്നതിന് കാരണം അത് തന്നെയാണ്. ദൈവ ശുശ്രൂഷയ്ക്കായി അനുഗ്രഹിച്ചു വിട്ട മകൻ യൗവനത്തിന്റെ നിറവിലായിരിക്കുമ്പോൾ തന്നെ മൃതശരീരമായി മുഖം പോലും കാണാൻ സാധിക്കാത്ത രീതിയിൽ തിരിച്ചു വന്നപ്പോൾ നോക്കി നിൽക്കേണ്ടി വന്ന ഈ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ പോലെ ആത്മാവിന്റെ ആഴങ്ങളിൽ വേദനയോടെ ഞാനും ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. കഴിഞ്ഞ 2 വർഷത്തിലധികമായി ടോണിയച്ചനെ എനിക്കറിയാം. ടോണിയച്ചനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് 3 കാര്യങ്ങളാണ്. ശാന്തനും വിനീതനുമായ ഒരു യുവ വൈദികൻ, കറകളഞ്ഞ ഒരു സന്യാസ വൈദികൻ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗായകൻ. ഈ യുവ വൈദികന്റെ വേർപാട് തീർച്ചയായും അവരുടെ കുടുംബത്തിനും കപ്പൂച്ചിൻ സന്യാസ സമൂഹത്തിനും ആദിലാബാദ് രൂപതയ്ക്കും കത്തോലിക്ക സഭയ്ക്കും വലിയ നഷ്ടം തന്നെയാണ്. ടോണിയച്ചനെ ഞാൻ പലപ്പോഴും അടുത്തറിഞ്ഞിട്ടുണ്ട്. ട്രെയിനിൽ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. എന്റെ വാഹനത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. പല ദിവസങ്ങളിൽ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. ഒരുമിച്ച് ബൈബിൾ കൺവെൻഷനുകൾ നടത്തിയിട്ടുണ്ട്. ടോണിയച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വലിയ അഭിമാനം തോന്നാറുണ്ട്. അഹങ്കരിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടും അഹങ്കാരത്തിന്റെ ഒരു ലക്ഷണം പോലും ഇല്ലാതെ ജീവിച്ച വിനീതനായ ഒരു സന്യാസ വൈദികൻ. പരാതി പറയാൻ സാഹചര്യങ്ങളുള്ളപ്പോഴും ഒരിക്കൽ പോലും പരാതി പറയാതെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിയവൻ, സ്വീകരിച്ചവൻ. ആവശ്യങ്ങളുണ്ടായിട്ടും ആഗ്രഹങ്ങളുണ്ടായിട്ടും ഒന്നും ചോദിച്ചു വാങ്ങാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ച ഒരു നല്ല ദാരിദ്ര്യത്തെ സ്നേഹിച്ച സന്യാസ വൈദികൻ. പ്രിയ സഹോദരങ്ങളെ, ഈ മരണം നമ്മെ വേദനിപ്പിക്കുന്നു എങ്കിലും നമ്മുടെ വിശ്വാസം നമ്മെ ശക്തിപ്പെടുത്തുന്നു. ദൈവവചനം നമ്മെ ശക്തിപ്പെടുത്തുന്നു. ഈ അവസരത്തിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഇവിടെയുള്ള എല്ലാവരോടും 4 ദൈവവചനങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ദൈവവചനം അഭിവന്ദ്യ പിതാവ് പറഞ്ഞ 116-ാമത്തെ സങ്കീർത്തനം 15-ാമത്തെ വചനം. തന്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. വിശുദ്ധരെന്ന് പറയുമ്പോൾ കത്തോലിക്ക സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള വിശുദ്ധർ മാത്രമല്ല, നമ്മുടെ കൺമുമ്പിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജനത്തിന് നന്മ ചെയ്തുകൊണ്ട് വിശ്വാസത്തോടെ നൈർമല്യത്തോടെ ജീവിച്ചവരെല്ലാവരും വിശുദ്ധർ തന്നെയാണ്. അർത്ഥത്തിൽ ഈ സൗമഞ്ചത്തിൽ കിടക്കുന്ന ടോണിയച്ചൻ ഒരു വിശുദ്ധനായിരുന്നു. ഈ വിശുദ്ധനായ വൈദികന്റെ മരണം ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ അമൂല്യമാണ്.
വിലപ്പെട്ടതാണ്. ടോണിയച്ചൻ മരിച്ചു 3 ദിവസം കഴിഞ്ഞപ്പോൾ മീൻപിടുത്തക്കാരും പോലീസ് അധികാരികളും തദ്ദേശവാസികളും പറഞ്ഞു, ഇനി നിങ്ങൾ ടോണിയച്ചന്റെ മൃതദേഹം അന്വേഷിച്ച് സമയം കളയരുത്. അപ്പുറത്ത് 35 ഷട്ടറുകൾ ഉയർത്തിയിട്ടുള്ള ഗോദാവരി നദിയുടെ അണക്കെട്ടിലൂടെ ടോണിയച്ചൻ ഒഴുകിപ്പോകാനാണ് സാധ്യത. നിങ്ങൾ ടോണിയച്ചന് വേണ്ടി പ്രാർത്ഥിക്കുക, ടോണിയച്ചന്റെ മൃതദേഹത്തിന് വേണ്ടി നിങ്ങൾ അന്വേഷിക്കേണ്ട എന്നവർ പറഞ്ഞു. എല്ലാ പ്രതീക്ഷകളും കൈവിട്ടപ്പോഴും എല്ലാവരും ഇത് അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞപ്പോഴും അപ്രതീക്ഷിതമായി ടോണിയച്ചന്റെ മൃതദേഹം കണ്ടെടുത്തത് അവന്റെ ജീവിതം വിശുദ്ധമായ ജീവിതമായതുകൊണ്ടാണ്. ഈ മൃതദേഹം കണ്ടെടുക്കുക മാനുഷികമായി സാധ്യമായിരുന്നില്ല. ഇത് കണ്ടെടുത്തത് ടോണിയച്ചന്റെ പുണ്യത്തിന്റെ ഫലമാണ്. ടോണിയച്ചന്റെ മരണം കർത്താവിന്റെ സന്നിധിയിൽ വിലപ്പെട്ടതാണ്. കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മറ്റൊരു വൈദികൻ അടുത്ത് പോയി കുമ്പസാരിച്ച് തന്നെ വിശുദ്ധീകരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചാണ് ടോണിയച്ചൻ തന്റെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നത്. അതിനുശേഷമാണ് പുഴയിലേക്ക് കുളിക്കാനായി പോയത്. സ്വതവേ വിശുദ്ധനായിരുന്ന നൈർമല്യത്തിലായിരുന്ന ടോണിയച്ചൻ അന്നത്തെ കുമ്പസാരം വഴി കൂടുതൽ വിശുദ്ധിയിലേക്ക് വളർന്നിരുന്നു. ടോണിയച്ചന്റെ മരണം കർത്താവിന്റെ സന്നിധിയിൽ അമൂല്യമാണ്. ഗോദാവരി നദിയെ കുറിച്ച് തെലങ്കാനയിലെ ഗോദാവരി നദീതീരത്ത് താമസിക്കുന്ന സാധാരണക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്. അമാവാസി ദിവസം ഗോദാവരിയിൽ ആരും കുളിക്കാൻ പോകാറില്ല. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പ്രിയപ്പെട്ട ടോണിയച്ചനും ബിജോഷ് മാഷനും കുളിക്കാൻ പോയത് അമാവാസി ദിവസമാണ്. ആ ദിവസം കുളിക്കാൻ പോകാത്തതിന്റെ കാരണം അമാവാസി ദിവസം കുളിക്കാൻ ഇറങ്ങുന്ന ആരെങ്കിലും ഒരാളെ ഗോദാവരി എടുക്കും. ഗോദാവരി സ്വന്തമായി സ്വീകരിക്കും. അങ്ങനെ സ്വീകരിക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അന്നേ ദിവസം ഗോദാവരിയിൽ ഇറങ്ങുന്നവരിൽ ഏറ്റവും ശുദ്ധിയുള്ളവരെയാണ് ഗോദാവരി എടുക്കുക. ഇത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും ഇത് നാട്ടുകാരുടെ ഒരു വർത്തമാനമാണെങ്കിലും ടോണിയച്ചന്റെ മരണത്തിന് ശേഷം ഞാൻ വിശ്വസിക്കുന്നു ഗോദാവരി എടുത്തത് ഏറ്റവും ശുദ്ധിയുള്ളവനായിരുന്നു, വിശുദ്ധനെയായിരുന്നു, പുണ്യപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് ഈ മരണം കർത്താവിന്റെ സന്നിധിയിൽ അമൂല്യമാണ്. രണ്ടാമതായി യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാമത്തെ വചനം. ഈശോ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വചനം, ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയതിനു ശേഷം ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് വീണ്ടും വന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ടോണിയച്ചൻ എന്തുകൊണ്ടാണ് തന്റെ പൗരോഹിത്യ സ്മരണഗീയിൽ കർത്താവ് ആഴങ്ങളിൽ നിന്ന് ജലനിരപ്പിൽ നിന്ന് വിളിക്കുന്ന പടം വെച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുമില്ല. കർത്താവ് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. കർത്താവ് ആയിരിക്കുന്നിടത്തേക്ക് ആയിരിക്കാൻ ഈ ടോണിയച്ചനെ കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ടോണിയച്ചന്റെ ഈ വേർപാട് വേദനാജനകമാണ്. ടോണിയച്ചന്റെ ഈ വേദന, ഈ യാത്ര കണ്ണീരണിഞ്ഞ യാത്രയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നമുക്ക് ആശ്വസിക്കാം, ലക്ഷ്യമില്ലാത്ത യാത്രയല്ല ടോണിയച്ചൻ പുറപ്പെട്ടിരിക്കുന്നത്. കർത്താവിന്റെ സന്നിധിയിലേക്കാണ് ടോണിയച്ചൻ പോയിരിക്കുന്നത്. ഞാനായിരിക്കുന്നിടത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞ കർത്താവ് ടോണിയച്ചനെ തന്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഇവനെ അറിഞ്ഞ കർത്താവ്, ഇവൻ ക്ഷമിക്കുന്നതിന് മുമ്പ് ഇവനെ വിശുദ്ധീകരിച്ച കർത്താവ്, ഇവൻ പിറക്കുന്നതിന് മുമ്പ് ഇവനെ അഭിഷേകം ചെയ്ത കർത്താവ് തന്റെ പക്കലേക്ക് ഇവനെ കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ കർത്താവ് പറയുന്നു, ഇസ്രായേലിനെ രൂപപ്പെടുത്തുകയും യാക്കോബിൽ നിന്ന് സൃഷ്ടിക്കുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. തിരുപ്പറ്റത്തിന്റെ അവസരത്തിൽ അവന്റെ ആത്മാവിന്റെ യാത്രകളിൽ മായാത്ത മുദ്ര പതിപ്പിച്ച് കർത്താവ് പറഞ്ഞു, ടോണി നീ എന്റേതാണ്. 3 വർഷം തികയുന്നതിന് മുമ്പ് കർത്താവ് എല്ലാ അർത്ഥത്തിലും അവനെ സ്വന്തമാക്കി. നമ്മോട് ചോദിക്കാതെ, നമ്മുടെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ തമ്പുരാൻ തനിക്ക് പ്രിയപ്പെട്ടവനെ തന്നോട് ചേർത്തു. തമ്പുരാന്റെ സന്നിധിയിലാണ് ടോണിയച്ചൻ. മൂന്നാമതായി ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിന്റെ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വാക്യം.
ഈശോ പറയുന്നു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ടോണി നമ്മിൽ നിന്നും വിട പറയുകയാണ്. പ്രിയപ്പെട്ട ടോണി അച്ഛനെ നമ്മൾ ഇനി കാണുകയില്ല. പ്രിയപ്പെട്ട ടോണി അച്ഛൻ നമുക്ക് വേണ്ടി ഇനി ഗാനം ആലപിക്കില്ല. പ്രിയപ്പെട്ട ടോണി അച്ഛൻ നമുക്ക് വേണ്ടി ഇനി തമാശ പറയില്ല. പ്രിയപ്പെട്ട ടോണി അച്ഛൻ സാന്ത്വനമായി ആശ്വാസമായി നമ്മുടെ അടുത്തേക്ക് വരില്ല. പക്ഷേ ടോണി അച്ഛൻ തമ്പുരാന്റെ സന്നിധിയിൽ ജീവിക്കും. ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നു, പക്ഷെ സ്വർഗത്തിൽ ടോണി അച്ഛൻ കർത്താവിനോടൊപ്പം ജീവിക്കും. ഇവിടെ ടോണി അച്ഛൻ കണ്ണടച്ചു, എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ ടോണി അച്ഛൻ കണ്ണു തുറന്നിരിക്കുന്നു. ടോണി അച്ഛൻ ഇന്നും ജീവിക്കുന്നു, കർത്താവിന്റെ സന്നിധിയിൽ ജീവിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, തന്റെ ചുരുങ്ങിയ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അനേകരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച നിങ്ങളുടെ മകനെ പ്രതി, സഹോദരനെ പ്രതി നിങ്ങൾക്ക് അഭിമാനിക്കാം. അവൻ ജീവിക്കുന്നു, കർത്താവിന്റെ സന്നിധിയിൽ ജീവിക്കുന്നു. പോർച്ചുഗീസിൽ ജനിച്ച് ഇറ്റലിയിൽ ജീവിച്ച അന്തോണീസ് പുണ്യാളനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാളും, സ്പെയിനിൽ ജീവിച്ച സെബസ്ത്യാനോസ് പുണ്യാളനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാളും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളിൽ ഒരുവനായി ജീവിച്ച ഈ മകനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അവൻ കർത്താവിന്റെ സന്നിധിയിലാണ്. നിങ്ങൾ അറിയുന്നവൻ, നിങ്ങളെ സ്നേഹിക്കുന്നവൻ ഇന്ന് കർത്താവിന്റെ സന്നിധിയിലാണ്. നാലാമതായി വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 51 മുതൽ 57 വരെയുള്ള വചനങ്ങൾ ഇന്ന് നാം വായിച്ചു കേട്ട വചനഭാഗം. പൗലോസ് ശ്ലീഹ പറയുകയാണ്, സഹോദരരെ, ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാം. നമ്മളെല്ലാവരും മരിച്ചു പോവുകയില്ല. അവസാനത്തെ കാഹളം മുഴങ്ങുമ്പോൾ ക്ഷണവേഗത്തിൽ നമ്മളെല്ലാവരും രൂപാന്തരപ്പെടും. നശ്വരമായത് അനശ്വരമായും മർത്യമായത് അമർത്യമായും രൂപാന്തരപ്പെടും. അങ്ങനെ മർത്യത അമർത്യതയെയും നശ്വരത അനശ്വരതയും പ്രാപിച്ചു കഴിയുമ്പോൾ വിജയം മരണത്തെ ഗ്രഹിക്കും. മരണമേ, നിന്റെ വിജയം എവിടെ? മരണമേ, നിന്റെ ദംശനം എവിടെ? മരണത്തെ തോൽപ്പിച്ച ക്രിസ്തുവിന്റെ പുരോഹിതൻ ഈ ടോണി അച്ഛൻ മരണത്തെ വിജയിച്ചിരിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ 57-ാമത്തെ വചനത്തിൽ പറയുന്നു, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായിലൂടെ നമുക്ക് വിജയം നൽകിയിരിക്കുന്ന നമ്മുടെ ദൈവത്തിന് നന്ദി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായിലൂടെ മരണത്തിന്റെ മേൽ, ലോകത്തിന്റെ മേൽ, പാപത്തിന്റെ മേൽ ദൈവം നമുക്ക് വിജയം നൽകിയിരിക്കുന്നു. ആ വിജയത്തിൽ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ടോണി അച്ഛൻ പങ്കാളിയായിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മുൻപ് ടോണി അച്ഛൻ നമ്മെ വിട്ടുപോയി. കുർബാന ചൊല്ലി കൊതി തീരുന്നതിന് മുമ്പ് 3 വർഷത്തിന് മുമ്പ് ടോണി അച്ഛന് പരിശുദ്ധമായ ആൾക്കാരോട് വിടയ പറയേണ്ടി വന്നിരിക്കുന്നു. സന്യാസം ജീവിച്ച് മതി വരുന്നതിന് മുമ്പ് സന്യാസ സഹോദരങ്ങളോട് യാത്ര പറയേണ്ടി വന്നിരിക്കുന്നു. അതിലെ പാവപ്പെട്ടവരെയും സുവിശേഷം കേൾക്കാത്തവരെയും ഏറെ സ്നേഹിച്ച ടോണി അച്ഛൻ താൻ സ്വപ്നം കണ്ടത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തമ്പുരാന്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. ടോണി അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പാട്ടുപാടിയാലും ക്ഷീണിച്ചു പോകാത്ത മനുഷ്യൻ. എത്ര ഉച്ചത്തിൽ പാടിയാലും, എത്ര പ്രാവശ്യം പാടിയാലും തളർന്നു, മടിയായി, ക്ഷീണമായി എന്ന് ഒരിക്കലും ടോണി അച്ഛൻ പറഞ്ഞിട്ടില്ല. ടോണി അച്ഛനോടൊപ്പം ബൈബിൾ കൺവെൻഷൻ നടത്താൻ പോയപ്പോൾ 3-4 മണിക്കൂർ ടോണി അച്ഛൻ ഒരേ നിൽപ്പിൽ വിശ്രമമില്ലാതെ പാടുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്തത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഒരു മടുപ്പമില്ലാതെ ദൈവത്തെ സ്തുതിച്ചവൻ. തനിക്ക് ലഭിച്ച വലിയ ദാനം ദൈവസ്തുതിക്ക് വേണ്ടി ഉപയോഗിച്ചു. തനിക്ക് ലഭിച്ച വലിയ കഴിവ് കർത്താവിന്റെ സ്തുതിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ജീവിച്ചു. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലെ ബൈബിൾ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ടോണി അച്ഛൻ ഗായക സംഘത്തിലെ കീബോർഡ് വായിക്കുന്ന ആളായിരുന്നു. ഗായക സംഘത്തിന്റെ പരിശീലനത്തിന് വേണ്ടി ടോണി അച്ഛൻ അതിലപാതിലേക്ക് പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ രാത്രിയായപ്പോഴും സ്റ്റേജ് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. സ്റ്റേജ് അലങ്കരിക്കാൻ ആവശ്യമുള്ള ചെറുപ്പക്കാരോ വൈദികരോ സിസ്റ്റേഴ്സോ അവിടെ ഉണ്ടായിരുന്നില്ല. അവർ ഇത് പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ ടോണി അച്ഛൻ അവരോടൊപ്പം ഇരുന്ന് ആ സ്റ്റേജ് അലങ്കരിക്കുവാൻ അവരെ സഹായിച്ചു.
അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, അച്ഛൻ പോയി വിശ്രമിച്ചോളൂ, നാളെ അച്ഛന് പാട്ട് പാടണ്ടേ. അപ്പോൾ ടോണി അച്ഛൻ പറഞ്ഞു, നാളെ പാടുവാൻ എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഇതൊരു ചെറിയ കാര്യമാണ്. അന്ന് സ്റ്റേജിന്റെ അലങ്കാര പണികൾ തീരുന്നത് വരെ ടോണി അച്ഛൻ രാത്രി അവരോടൊപ്പം ഇരുന്ന് ആ പണികളിൽ സഹായിച്ചു. പിറ്റേ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പാട്ടുപാടാൻ പരിശീലനം നടത്തി. വൈകുന്നേരം 5 മുതൽ 9 വരെ ഈ പാട്ടുപാടി കർത്താവിനെ ടോണി അച്ഛൻ സ്തുതിച്ചു. ദൈവജനത്തെ ദൈവത്തിലേക്ക് അടുപ്പിച്ചു. ആ ടോണി അച്ഛൻ ഇന്ന് നമ്മോട് വിട പറയുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കപ്പൂച്ചിൻ സന്യാസ സമൂഹാംഗങ്ങളെ, നമുക്ക് വേദനയുണ്ട്, വേദനിക്കാൻ കാരണങ്ങളുണ്ട്. എങ്കിലും തമ്പുരാൻ ഇന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരുപക്ഷെ 3 വർഷം കൊണ്ട് ഈ ശ്രേഷ്ഠമായ വൈദിക ജീവിതം അവസാനിച്ചത്? മറ്റുള്ളവർ 30-50 വർഷം കൊണ്ട് ചെയ്യുന്നത് 3 വർഷം കൊണ്ട് ചെയ്തു തീർത്തത് കൊണ്ടായിരിക്കാം. വിശുദ്ധിയുടെ പാരമ്പര്യത്തിൽ എത്തുവാൻ മറ്റുള്ളവർക്ക് 30-50 വർഷം വേണമെങ്കിൽ ടോണി അച്ഛന് 3 വർഷം മതിയായിരുന്നു. സന്യാസ സാഹോദര്യം അനുഭവിക്കാൻ മറ്റുള്ളവർക്ക് ദീർഘനാൾ ആവശ്യമാണ് എങ്കിൽ ടോണി അച്ഛന് 3 വർഷം മതിയായിരുന്നു. അതുകൊണ്ടായിരിക്കാം ടോണി അച്ഛൻ 3 വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തമ്പുരാൻ ടോണി അച്ഛനെ വിളിച്ചത്. 2-2.5 വർഷങ്ങൾക്ക് മുമ്പ് ടോണി അച്ഛൻ ഹൈദരാബാദ് രൂപതയിലേക്ക് വന്നപ്പോൾ ടോണി അച്ഛനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന അൽഫോൺസ് അച്ഛൻ പറഞ്ഞു, ടോണി അച്ഛൻ ഒരു അനുഗ്രഹീത ഗായകനാണ്. എനിക്ക് സന്തോഷമായി. ഉടൻ ഞാൻ ടോണി അച്ഛനോട് ചോദിച്ചു, ടോണി അച്ഛാ, തെലുഗു അറിയാമോ? അപ്പൊ ടോണി അച്ഛൻ പറഞ്ഞു, എനിക്ക് തെലുഗു അറിയില്ല. പക്ഷെ ടോണി അച്ഛൻ പറഞ്ഞു, ഞാൻ തെലുഗു പഠിക്കും. എന്നെ അതിശയിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ടോണി അച്ഛൻ എന്നോടൊപ്പം ബൈബിൾ കൺവെൻഷൻ നടത്താൻ വന്നു. വളരെ ശക്തമായി വ്യക്തമായി തെലുഗു ഭാഷയിൽ അദ്ദേഹം പാട്ടുപാടി. തെലുഗു പാട്ടുകൾ പഠിച്ച് മനോഹരമായി ടോണി അച്ഛൻ തെലുഗു ഗാനങ്ങൾ ആലപിച്ചു. എല്ലാത്തിലും ടോണി അച്ഛന് സമയം കുറവ് മതിയായിരുന്നു. മറ്റുള്ളവർ കൂടുതൽ സമയമെടുത്തപ്പോൾ ടോണി അച്ഛൻ കുറച്ച് സമയം മാത്രമാണ് എടുത്തത്. അത് തന്നെ ആയിരിക്കാം ദീർഘജീവിതത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ ഈ ഹ്രസ്വമായ ജീവിതം അനശ്വരതയിലേക്ക് തമ്പുരാൻ വിളിച്ചത്. ഈ ഹ്രസ്വമായ ജീവിതത്തിലൂടെ തമ്പുരാൻ മഹത്വപ്പെടുത്തി ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്ത് ടോണി അച്ഛൻ നമ്മോട് വിട പറയുകയാണ്. ടോണി അച്ഛനോട് നമുക്ക് വിട പറയാം. പ്രിയപ്പെട്ട ടോണി അച്ഛാ, അങ്ങേക്ക് ഞങ്ങൾ യാത്ര പറയുന്നു. അങ്ങയുടെ ഗാനങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അങ്ങയുടെ പാട്ട് കേൾക്കാൻ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഒരു പക്ഷെ ഞങ്ങളെക്കാൾ കൂടുതലായി മാലാഖമാർ അങ്ങയുടെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവരുടെ ഗായക സംഘത്തിലേക്ക് അവർ അങ്ങയെ കൊണ്ടുപോയിരിക്കുന്നു. പ്രിയപ്പെട്ട ടോണി അച്ഛാ, സ്വർഗത്തിന്റെ വാതിൽക്കൽ ഞങ്ങൾ ഒരു ദിവസം വരുമ്പോൾ ഞങ്ങൾക്ക് സ്വാഗത ഗാനം ആലപിക്കാൻ അങ്ങ് സ്വർഗത്തിന്റെ വാതിൽക്കൽ കാത്തു നിൽക്കുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്വർഗീയത്തിലെ മാലാഖമാരോടൊപ്പം ദൈവസ്തുതികൾ പാടിക്കൊണ്ട് ഞങ്ങൾ വരുന്ന ദിവസം, ഞങ്ങൾ ഓരോരുത്തരും വരുന്ന ദിവസം നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളും നിന്റെ സഹോദരങ്ങളും നിന്നെ സ്നേഹിച്ചവരും ഈ നിന്നോടൊപ്പം ഉണ്ടായിരുന്ന ഈ എളിയദാസനും സ്വർഗത്തിന്റെ കവാടത്തിൽ വരുമ്പോൾ നീ ഞങ്ങൾക്ക് വേണ്ടി പാട്ട് പാടുമെന്നും നീ ഞങ്ങൾക്ക് വേണ്ടി സ്വാഗതഗാനം ആലപിക്കുമെന്നും ഞങ്ങളെ സ്വീകരിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടെ കണ്ടുമുട്ടുന്നത് വരെ പ്രിയപ്പെട്ട ടോണി, നിനക്ക് പ്രണാമം.